ഒരാൾ ഒരു മേശ 12.5% ഡിസ്കൗണ്ട് നൽകി 4375 രൂപയ്ക്ക് വിറ്റു. മേശയുടെ യഥാർത്ഥ വിലയെന്ത്? കടക്കാരൻ പീടികക്കാരൻ മേശ 12.5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കിഴിവ് കൊടുത്ത് 4375 രൂപയ്ക്കാണ് വിറ്റത്. ആ മേശയുടെ യഥാർത്ഥ വിലയെന്ത്? യഥാർത്ഥ വിലയും വിറ്റ വിലയും ഡിസ്കൗണ്ടും തമ്മിലുള്ള ബന്ധം, യഥാർത്ഥ വില, വിറ്റ വില, ഡിസ്കൗണ്ട് ശതമാനം, അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോർമുലയാണ്, സൂത്രവാക്യമാണ് വിറ്റ വില സമം യഥാർത്ഥ വില ഇൻറ്റു 100 കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ 100. നമുക്ക് വില കൊടുക്കുക. വിറ്റ വില എത്ര? 4375 സമം യഥാർത്ഥ വിലയാണ് കാണേണ്ടത് എക്സ് ഇൻറ്റു 100 ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കുക. 100 ഡിസ്കൗണ്ട് ശതമാനം, അതായത് 100 12.5 കുറച്ചാൽ 100 കുറച്ചാൽ 87 വരും. 87.5 ബൈ 100. ഇത് നെക്സ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകണം. എക്സിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളത് സമത്തിൻ്റെ മറുഭാഗത്തേക്ക്. അപ്പോൾ എക്സ് സമം ഇവിടെ 4375 ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എന്നിട്ട് ഇതിനെ തിരിച്ചിടുക, അതായത് റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. 4375 ഇൻറ്റു തിരിച്ചിടുമ്പോൾ 100 ബൈ 87.5. 4375 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പൂജ്യം ചേർത്താൽ മതി. 4375 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പൂജ്യം ചേർക്കുക. പിന്നെ ഇവിടെ ഒരു പൂജ്യം കൂടി കാണുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഛേദം എന്താണ്? 87.5. നമുക്ക് ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം നീക്കിക്കളയണം. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം നീക്കിക്കളയണം. ഇവിടെ എത്ര സ്ഥാനം നീക്കിക്കളയാണ്ട്? ഒരു സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്. അപ്പോൾ ഛേദത്തിൽ നമ്മൾ ഒരു സ്ഥാനം നീക്കിക്കളയുമ്പോൾ തുല്യമായി അംശത്തിൽ ഒരു പൂജ്യം ചേർക്കണം. ഛേദത്തിൽ ഒരു സ്ഥാനം ദശാംശ സ്ഥാനം കളയുമ്പോൾ, വലത്തോട്ട് നീക്കി കളയുമ്പോൾ അംശത്തിൽ ഒരു പൂജ്യം ചേർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു പൂജ്യം കൂടുതൽ കാണുന്നത്. 4375 3 പൂജ്യം, അതായത് 43,75,000 ബൈ 875. ഇനി ഹരിക്കുക. 875 5 കൊണ്ട് ഗുണിച്ചാൽ 875 5 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും 4375 അല്ലേ. 5 25 ശിഷ്ടം 2 7 32 37 ശിഷ്ടം 3 8 43 43. അപ്പോൾ 875 5 കൊണ്ട് ഗുണിച്ചാൽ അത് കിട്ടി. അപ്പോൾ ആ 5 3 പൂജ്യവും ഉത്തരം 5000 രൂപയാണ്. എക്സ് എന്താ? യഥാർത്ഥ വില. യഥാർത്ഥ വില 5000 രൂപ.